എൻ്റെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനും ഒരുപോലെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒല ഇലക്ട്രിക്കിൻ്റെ കമ്പനി ഇത്രയും പ്രശ്നങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിൻ്റെ ഒല S1 Pro അതിപ്പോഴും ഓടുന്നുണ്ടോ എന്നുള്ളത്. സെപ്റ്റംബർ 7, 2022 ഇത് ഈ ഒല ക്യാബ് എന്നുള്ള ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അവരുടെ ആ വണ്ടി എമൗണ്ട് അടച്ച് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആലോചിച്ചിട്ട് നിങ്ങളൊക്കെ വണ്ടി എടുക്കുന്ന പോലെ തന്നെയാണ് കൂട്ടിയും കഴിച്ചും ഒക്കെ നോക്കിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. ഈ വർഷം സെപ്റ്റംബർ ആവുന്നതോടുകൂടെ നമ്മുടെ വണ്ടി എടുത്തിട്ട് 4 വർഷം തികയാൻ പോവുകയാണ്. വണ്ടി ഇതുവരെ ഓടിയത് 32,784 കിലോമീറ്ററാണ്. വണ്ടി എടുക്കുന്ന സമയത്ത് കമ്പനി നമുക്ക് ഓഫർ ചെയ്തിരുന്നത് 3 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ് വാറൻറ്റി എന്നായിരുന്നു. വണ്ടി ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ നമ്മുടെ മുമ്പിലോട്ട് 2 പാക്കേജ് ഇട്ടിരുന്നു വാറൻറ്റി എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട്. ഒന്ന് കോംപ്രഹെൻസീവ് പാക്കേജും പിന്നെ ഒരു നോർമൽ പാക്കേജും. അതിൽ നോർമൽ പാക്കേജിന് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4,000 രൂപയ്ക്ക് അടുത്തായിരുന്നു. അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബാറ്ററി ഇത് മാത്രമേ ഉള്ളൂ വാറൻറ്റി എക്സ്റ്റൻഷനിൽ പെടുക. അതാണെങ്കിൽ 60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷമായിട്ട് നിങ്ങളുടെ വാറൻറ്റി എക്സ്റ്റൻഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനെടുത്തത് കോംപ്രഹെൻസീവ് പാക്കേജാണ്. അതിന് 7,000 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. 5 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ തന്നെയാണ് വാറൻറ്റി എക്സ്റ്റൻഷൻ പീരിയഡ് കിട്ടുന്നത്. പക്ഷേ അതിൽ ബാറ്ററി, മോട്ടർ, സ്കൂട്ടർ കമ്പോണൻസും കവർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ പാക്കേജ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒല കെയർ പ്ലസും എടുത്തിരുന്നു എന്നുള്ളതാണ്. അതായത് ഏകദേശം ഒരു 3,600-700 രൂപയോളം നമ്മൾ അടച്ചിട്ട് അവർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും. ബ്രേക്ക് ഡൗൺ ആയ ഭാഗത്ത് അവർ വണ്ടി വന്ന് നേരാക്കി തരും. അങ്ങനെ പല ഓഫേഴ്സും പറഞ്ഞിരുന്നു. ഈ വണ്ടി കൊണ്ട് കിട്ടിയ മെയിൻ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് ഡ്രൈവിംഗ് പഠിച്ചു. അതുപോലെ തന്നെ ഇതിൽ 32,700 സംതിങ് കിലോമീറ്റർ ഓടി എന്ന് പറയുന്നത് പെട്രോൾ അടിച്ചിട്ടായിരുന്നു എങ്കിൽ ചുരുങ്ങിയത് ഒരു 2.5-3 രൂപ വെച്ച് നിങ്ങൾ കണക്കൂട്ടിയാൽ കിട്ടും എത്ര നമ്മൾ കയ്യിൽ നിന്ന് ചിലവാക്കണം എന്നുള്ളത്. എന്നാൽ ഇത് 1 രൂപയുടെ താഴെയും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം നമ്മുടെ വീട്ടിൽ സോളാറുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി 0 കോസ്റ്റിൽ ഓടി എന്ന് തന്നെ വെക്കുക. ഏകദേശം 2 വർഷം കഴിഞ്ഞതോടുകൂടെ നിലമ്പൂർ വെച്ചിട്ടാണ് എൻ്റെ ഓർമ്മ വണ്ടിയുടെ MC യൂണിറ്റ് പോയി, മോട്ടർ പോയി, ബാറ്ററിയും പോയി. അവിടുന്ന് വണ്ടി അവരുടെ കൊട്ട വണ്ടി കയറ്റിയിട്ട് ഒല കെയർ പ്ലസ് ഉണ്ടായത് കൊണ്ട് തന്നെ അവർ ഫ്രീ ആയിട്ട് ടോ ചെയ്തിട്ട് പെരിന്തൽമണ്ണ ഉള്ള ഷോറൂമിൽ വണ്ടി കൊണ്ടുവന്നാക്കി. അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് ആ ഒല കെയർ പ്ലസും കാര്യങ്ങളും കുറച്ചെങ്കിലും മുതലായി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആ വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് 1 മാസം ഇട്ടിട്ടാണെങ്കിലും ശരി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ക്ലിയർ ആക്കി തന്നിരുന്നു അന്ന്. അതിനുശേഷം വണ്ടിയുടെ ചാർജർ കംപ്ലൈൻ്റ് ആയി. ഈ ചാർജറിന് ഏകദേശം ഞാൻ നോക്കുന്ന സമയത്ത് 15,000 രൂപയോളൊക്കെ ചിലവ് വരുന്നതാണ്. അത് കമ്പനിയുടെ ഭാഗത്ത് നമുക്ക് ഫ്രീ ആയിട്ട് വാറൻറ്റിയിൽ ഉള്ളതാന്ന് പറഞ്ഞിട്ട് മാറിക്കിട്ടി. അതിനെ കൂടെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്ക് ഒരുപാട് പേർക്ക് പൊട്ടിച്ചാടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഫ്രണ്ട് ഫോർക്ക് ഫ്രീ ആയിട്ട് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് മാറ്റി കിട്ടിയിരുന്നു. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വണ്ടി ഉച്ചക്ക് എടുക്കുന്ന സമയത്ത് മോഡ് മാറുന്നുണ്ട് എന്നല്ലാതെ വണ്ടി മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ വന്ന സമയത്ത് വണ്ടി നമ്മൾ പെട്രോൾ വണ്ടികളൊക്കെ ഉന്തി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇത് കുറേ ഉന്തി നോക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി മൂവിങ് ആയി കിട്ടി. ആ മൂവിങ്ങിൽ നേരെ ഷോറൂമിൽ ചെന്ന് പിന്നീട് വണ്ടി അവർ ചെക്ക് ചെയ്ത സമയത്താണ് പറഞ്ഞത് വണ്ടിയുടെ ഫ്രണ്ടിലുള്ള MC കിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളത്. MC കിറ്റ് അഥവാ മാസ് സിലിണ്ടർ അത് അവർ അന്ന് ക്ലിയർ ആക്കി തന്നു, വെറും ഫ്രീ ഓഫ് കോസ്റ്റ്. അന്ന് അത് പറഞ്ഞത് വണ്ടിയുടെ വാറൻറ്റിയിലാണ് കവർ ചെയ്ത് പോയിട്ടുള്ളത് എന്നായിരുന്നു. അവസാനമായിട്ട് എനിക്ക് കിട്ടിയ വാറൻറ്റി റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഹോണാണ്. ഹോൺ അടിയാത്ത കേസ് വന്നു, കമ്പനി കൊണ്ട് കാണിച്ചു കൊടുത്തു. അവർ ഫ്രീ ആയിട്ട് തന്നെ വണ്ടിയുടെ ഹോൺ എനിക്ക് റീപ്ലേസ് ചെയ്ത് തന്നു. പിന്നെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ക്യാഷ് ചിലവായിട്ടുള്ളത് അതിൻ്റെ ടയർ മാറ്റുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വേറെ എമൗണ്ട് ഒന്നും വന്നിട്ടില്ല. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒല കെയർ പ്ലസിൽ തന്നെ എനിക്ക് വണ്ടിയുടെ ബ്രേക്ക് പാഡ്സ് 2 തവണ ഫ്രീ ആയിട്ട് മാറി കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ വൈഫാണ് ഈ വണ്ടി കൂടുതലും ഉപയോഗിക്കാറ്. മലപ്പുറം സൈഡ് വെച്ചിട്ട് ഇതിൻ്റെ റിയർ സൈഡിലുള്ള ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മുണ്ടുപറമ്പിലുള്ള മലപ്പുറം ഒല ഷോറൂമിലോട്ട് ഈ വണ്ടി കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. ഈ വണ്ടി കൊണ്ടുപോയി കാണിച്ച സമയത്ത് അവർ നോക്കിയിട്ട് പറഞ്ഞത് റിയർ സൈഡിലുള്ള മാസ് സിലിണ്ടർ പോയിട്ടുണ്ട് എന്നാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ വണ്ടി ആൾറെഡി കോംപ്രഹെൻസീവ് വാറൻറ്റിയിൽ നിൽക്കുന്നതല്ലേ, ഇനിയും ഉണ്ടല്ലോ വണ്ടിയിൽ 60,000 കിലോമീറ്റർ വരെ ഓടാനുള്ള വാറൻറ്റി പാക്കേജാണ്, അല്ലെങ്കിൽ 5 വർഷം. വണ്ടി എടുത്തിട്ടാണെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 32,000 സംതിങ് കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ വാറൻറ്റിയിൽ കവർ ചെയ്യില്ലെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞത് ഒലയുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് സാറേ, പണ്ടത്തെ പോലെ ഒന്നും കിട്ടുന്നില്ല. നിങ്ങളെ വാറൻറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂട്ടർ കമ്പോണൻസൊക്കെ കവർ ചെയ്യുന്നത് 3 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ എന്ന് പറയുന്ന ആദ്യം തന്ന സ്റ്റാൻഡേർഡ് വാറൻറ്റിയിലാണ്. ഈ കോംപ്രഹെൻസീവ് വാറൻറ്റിയിൽ ആകെ കവർ ചെയ്യുന്നത് ബാറ്ററി, മോട്ടർ അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള പാർട്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തു. കസ്റ്റമർ കെയറിൻ്റെ ഭാഗത്തുനിന്നും ഇതേ ഡയലോഗ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞാൻ ചിന്തിച്ചത് എനിക്ക് ഇത്രയെങ്കിലുമൊക്കെ വാറൻറ്റി കാര്യങ്ങൾ കിട്ടിയില്ലേ, ഒരുപാട് പേര് പുതിയതായിട്ട് എടുത്തിട്ട് ഇതിലും കുടുങ്ങിയ ആൾക്കാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിൽ നിന്ന് ക്യാഷ് ഇറക്കിയിട്ടാണെങ്കിലും ശരിയാക്കാം എന്നുള്ള തരത്തിൽ ആ കുട്ടിയോട് പറഞ്ഞു. ഇത് എത്ര എമൗണ്ട് ആവുക എന്നുള്ളത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 2,550 രൂപയോളം ചിലവ് വരുന്ന സംഭവമാണ് ഈ MC കിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ കയ്യിൽ സ്റ്റോക്കില്ല എന്നാണ് മറുപടി പറഞ്ഞത്.
അപ്പോൾ പിന്നെ ഇത് അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റോക്ക് എന്തായാലും ഇപ്പോൾ വരുന്നുള്ള പ്രതീക്ഷയിലില്ല, ഞങ്ങളുടെ കയ്യിലുണ്ട് സാധനം, ഞാൻ വേണമെങ്കിൽ മാറ്റി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു എന്താ സംഭവം ഇവൻ പറയണത് എന്നുള്ളതൊന്നും. സാറേ അത് വെച്ച് നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ധന വണ്ടി ഡെലിവറി ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ അങ്ങനെ ശരിയാവുകയാണെങ്കിൽ ശരിയായിക്കോട്ടെ, നിങ്ങൾ മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചത് ഞാനിപ്പോൾ ഓലയുടെ ഷോറൂമിലാണല്ലോ വണ്ടി കൊടുത്തിട്ടുള്ളത്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള അവിടുത്തെ സ്റ്റാഫ്സ് ആണല്ലോ എന്നോട് സംസാരിക്കുന്നത്, ഭാവിയിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അവന് റീപ്ലേസ് ചെയ്തതിന് ശേഷം ഒക്കെ ക്ലിയർ ആയിട്ട് ഫോണിലോട്ട് വിളിച്ച് പറഞ്ഞു 1553 രൂപയേ ആയിട്ടുള്ളൂ, നിങ്ങളിതിലോട്ട് ഗൂഗിൾ പേ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓലയുടെ OTP കാര്യങ്ങളൊക്കെ അവരിൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം വണ്ടി ഷോറൂമിലാണല്ലോ. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവരുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് നോക്കാൻ പറ്റും. ഈ ഓല ഇലക്ട്രിക്കിൻ്റെ ആപ്ലിക്കേഷനിൽ, ആ ആപ്ലിക്കേഷനിൽ കയറി ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻവോയ്സ് പേയ്മെൻ്റ് ആയിട്ട് കിടക്കണത് വെറും 33 രൂപയായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഷോക്കായി. പിന്നെ ആ ചങ്ങാതിയുടെ നമ്പർ ഉണ്ടായിരുന്നു, ആ നമ്പറിൽ ഞാൻ വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളടുത്ത് പറഞ്ഞതാണല്ലോ കമ്പനിയുടെ സ്റ്റോക്ക് അല്ല മാറ്റിയിട്ടുള്ളത്, ഇത് നോൺ സ്റ്റോക്ക് പ്രൊഡക്റ്റ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് 1553 രൂപയ്ക്ക് അത് മാറ്റി കിട്ടിയിട്ടുള്ളതും, അത് കമ്പനിയുടെ ആപ്ലിക്കേഷനിൽ അവിടെ സർവീസ് ഹിസ്റ്ററിയിൽ അപ്ഡേറ്റ് ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വീണ്ടും ഡൗട്ടായി. അവനോട് തന്നെ ചോദിച്ചു ഇതിൻ്റെ ഭാവിയിലുള്ള ഇനി ബാറ്ററി മോട്ടർ അങ്ങനെയുള്ള എന്തെങ്കിലും വാറണ്ടിയിലോട്ട് ഇത് ബാധിക്കുമെന്ന് ചോദിച്ചു. അവർ മറുപടി തരുന്നത് ഇത് MC കിറ്റ് അല്ലേ, അതുകൊണ്ടൊന്നും വണ്ടിയുടെ ബാറ്ററി മോട്ടർ കാര്യങ്ങൾക്കൊന്നും ഇത് ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാനും ചിന്തിച്ചു കമ്പനിയുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇനി ഭാവിയിലോട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? കാരണം ഒരുപാട് ആൾക്കാരുടെ വണ്ടി ഷോറൂമിൽ ബുദ്ധിമുട്ടായി കിടക്കുന്നത് നമ്മൾ ഡെയിലി കാണുന്നതാണ്. എന്തായാലും അടുത്ത ദിവസം തന്നെ കമ്പനിയുടെ ഭാഗത്ത് നമുക്കൊരു AI കോൾ വന്നിരുന്നു ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഓല നമ്മളോട് കസ്റ്റമർ കെയർ സംസാരിക്കുന്നത്. ആദ്യം ഹിന്ദിയിലായിരുന്നു സംസാരിച്ചത് വ്യക്തി. ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷേ അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഇംഗ്ലീഷിലായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നോട് സംസാരിച്ചത്. ഫീഡ്ബാക്കിൽ എൻ്റെ ഭാഗത്ത് ഇതുപോലെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് അവരുടെ പോയിൻ്റ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 1 മാർക്കാണ് ആ കൊടുത്തിട്ടുള്ളത്. എന്തായാലും AI വളരെ സന്തോഷത്തോടു കൂടിയാണ് ഫോൺ വെച്ചത്. അടുത്ത പ്രാവശ്യം നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള ഈ പോയിൻ്റൊക്കെ മാറിയിട്ട് നിങ്ങൾ ഹൈലി സാറ്റിസ്ഫൈഡ് ഞങ്ങളാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളതൊക്കെ. അതും കഴിഞ്ഞിട്ട് ഈ 1500 രൂപ പോയതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ റെഫറൻസും കാര്യങ്ങളും എൻ്റെ കണ്ണിൽ പെടുന്നത്. അതായത് ഈ വണ്ടി നമ്മൾ എടുത്തതിന് ശേഷം ഒരുപാട് പേര് വഴിയിൽ നിന്ന് കണ്ടിട്ട് നമ്മളോട് പോസിറ്റീവ് സൈഡ്സ് ചോദിക്കാറുണ്ട്, ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്സും ചോദിക്കാറുണ്ട്. എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ എൻ്റെ അടുത്ത് പറയും ഞാൻ എന്തായാലും ഈ വണ്ടി തന്നെ എടുക്കാൻ പോകുക എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പ്രത്യേകം പറയാറുണ്ട് നിങ്ങളെ ഫോൺ നമ്പറും തരണം, എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ അവിടെ ഷോറൂമിൽ പോയിട്ട് വണ്ടി എടുക്കുന്ന സമയത്തൊന്ന് റെഫറലായിട്ട് കൊടുക്കും വേണമെന്ന് പറയാറുണ്ടായിരുന്നു. ഓല ഇലക്ട്രിക്കിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിൻ്റെ ഹോം സ്ക്രീനിൽ റെഫർ ആൻഡ് ഏൺ എന്നുള്ള ഭാഗത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ റെഫർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഓലയുടെ ഭാഗത്തു നിന്നുള്ള എമൗണ്ട് നിങ്ങൾക്ക് കാണാം. എനിക്കിതുവരെ ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ളത് 5500 രൂപയാണ്. ഇതിലുള്ള ഒരു 1000 രൂപയോളം എനിക്ക് അവരുടെ ഓല മണി എന്നുള്ള ആപ്ലിക്കേഷനിലോട്ടാണ് വന്നിരുന്നത്, അതിൻ്റെ വാലറ്റിലോട്ട്. ആ എമൗണ്ട് ഞാൻ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ച് സേവ് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു 3500 രൂപ എന്നുള്ളത് എൻ്റെ ബാങ്കിലോട്ട് അവർ ഡയറക്റ്റ് സെറ്റിൽമെൻ്റ് ആണ് എനിക്ക് തന്നത്. അതായത് ആ കസ്റ്റമറിൻ്റെ കയ്യിൽ ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മുടെ കയ്യിലോട്ട് ഈ എമൗണ്ട് സെറ്റിൽമെൻ്റ് ആവാറാണ്. ലാസ്റ്റ് ഉള്ള 1000 രൂപ 5 ഫെബ്രുവരി 2025 കസ്റ്റമർ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരാഴ്ചയുടെ ഉള്ളിൽ എനിക്ക് ആ എമൗണ്ട് സെറ്റിൽമെൻറ്റ് ആവേണ്ടതാണ്. ഞാൻ കുറേ നോക്കി, എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ വന്നിട്ടില്ല. ഓല മണിയുടെ വാലറ്റിൽ കയറി നോക്കി, അതിലും വന്നിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ കസ്റ്റമർ കെയറിൻ്റെ ഭാഗത്തോട്ട് ഞാൻ കംപ്ലൈൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് മെയിൽ അയച്ചു, അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ പഴയ ട്വിറ്റർ പേജ് കയറിയിട്ട്, അഥവാ ഇപ്പോഴുള്ള X എന്ന് പറയുന്ന അതിൽ കയറിയിട്ട് അവരുടെ പേജിൻ്റെ താഴെ പോയിട്ട് പുതിയ ആഡ്സിൻ്റെ താഴെയൊക്കെ ഈ കാര്യങ്ങൾ എഴുതിയിട്ടു. അപ്പോഴാണ് ശരിക്കും അവരുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് കിട്ടുന്നത്. അവർ മറുപടി തന്നു, വണ്ടിയുടെ ഓർഡർ ID കൊടുക്കാൻ പറഞ്ഞു കസ്റ്റമർ വാങ്ങിച്ചത്. അതുപോലെ തന്നെ ആ കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ, അവരുടെ പേര് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അതെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. പിന്നീട് അവരെന്നോട് പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. പിന്നീട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ വിട്ടു. ഈ ഏതായാലും പൂട്ടാൻ നിൽക്കുന്ന കമ്പനി അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടാനും പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 22, 2026 ഈ വണ്ടിയുടെ MC കിറ്റ് പോയിട്ട് അവിടെ ആ ക്യാഷൊക്കെ അടച്ച് പോരുന്ന സമയത്ത് മനസ്സിൽ സ്വാഭാവികം ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ വാറണ്ടി പീരീഡിൽ ക്യാഷ് അടച്ചിട്ടൊക്കെ നമ്മൾ വണ്ടി നേരാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ ആ പഴയ റെഫറൽ ബോണസ് എങ്കിലും ഓരോ കയ്യിൽ നിന്ന് ഇപ്പോൾ കിട്ടിയെന്നെങ്കിൽ എന്നുള്ള ആലോചിച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു. ടെക്സ്റ്റ് മെസ്സേജൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തു ആദ്യം. അതിൻ്റെ കൂടെ തന്നെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടോ ആ പീരീഡിൽ കയറിയിട്ടുണ്ടോ എന്നുള്ള ഒന്നുകൂടിയും ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ പീരീഡിലൊന്നും ആ എമൗണ്ട് വന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് മെസ്സേജിൽ റാസോർ പേ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അവിടെ ഒരു ₹1000 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു. ഡേറ്റ് നോക്കുന്ന സമയത്ത് ഏകദേശം മാർച്ചാണ്.
അത് ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറയുമ്പോൾ അടുത്ത് തന്നെ അല്ലേ 2025. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. സാധാരണ ഒരുപാട് സ്കാംസ് ഉണ്ട്. നമ്മളിങ്ങനെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ക്യാഷ് അങ്ങോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതും ഞാനൊരു സേഫ്റ്റിയുടെ മെഷർ എന്നുള്ള തരത്തിൽ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഓല ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മുമ്പിൽ കാണിക്കുന്ന ഈ പേജ് വരുന്നത്. അതിൽ OTP അടിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ OTP അടിക്കാൻ സത്യത്തിലൊരു പേടിയാണ്. കാരണം എവിടുന്ന് നമ്മളെ ക്യാഷ് അങ്ങോട്ട് പോകും എന്നുള്ള പേടിയാണ്. അവിടെ വണ്ടിയുടെ ഓർഡർ ID റെഫറൻസ് ID ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ മുന്നേ എവിടെയൊക്കെ കണ്ട പോലെ എനിക്കൊരു തോന്നലുണ്ട്. ഞാൻ മുന്നേ അവർക്ക് ഷെയർ ചെയ്ത റെഫറൽ ID ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും കസ്റ്റമർ കെയർക്കും ഞാൻ കോൺടാക്ട് ചെയ്തു. ജെമിനിയോട് ചോദിച്ചു. അതിൻ്റെ പുറമെ ഞാൻ നമ്മുടെ ഓലയുടെ ഗ്രൂപ്പിലും ചോദിച്ചു. പല ആൾക്കാരും പറഞ്ഞു ഒരേ സ്വരത്തിൽ ജെമിനി ഒഴികെ. ജെമിനി മാത്രമാണ് പറഞ്ഞത് ഇത് ശരിയാണ്, ജെനുവിനാണ് എന്നുള്ളത്. ഓലയുടെ ഗ്രൂപ്പിൽ ഇത് സ്കാമാണെന്ന് പലരും പറഞ്ഞു. കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവരുടെ ഒന്നും കറക്റ്റ് ഒരു സപ്പോർട്ടൊന്നും മറുപടി നൽകിയില്ല. ഇതെന്താണ്, സ്കാമാണോ റിയൽ ആണോ എന്നുള്ളതൊന്നും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ട്വിറ്ററിൽ ഞാൻ അവരുടെ സപ്പോർട്ടിൽ മെസ്സേജ് ചെയ്തതല്ലോ, അവർക്ക് ഞാൻ ഈ സ്ക്രീൻഷോട്ട് അയച്ചതോടുകൂടി അവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് റിപ്ലൈ കിട്ടി ട്വിറ്ററിലൂടെ, ഇത് ജെനുവിനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊന്ന് OTP വെരിഫിക്കേഷനൊക്കെ ഒന്ന് ചെയ്തു. എൻ്റെ UPI ID അവിടെ കൊടുക്കാൻ പറഞ്ഞു. അതും കൊടുത്ത് 5 മിനിറ്റിനുള്ളിൽ ആ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് സെറ്റിൽമെൻറ്റായി കിട്ടി. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഓല എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളുടെ ഓല എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊക്കെ വീഡിയോയുടെ താഴെ വന്നിട്ടൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ എം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.